ഒരു കോഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യാം? ഇനി കോഴ്സും ഡിഗ്രി ഒക്കെ പഠിച്ചിട്ട് ജോലി ഇല്ലാത്ത ആരാപാരം നടക്കുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. കോഴ്സും ഡിഗ്രി ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, ജോലി കിട്ടൂല. എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല? ഇപ്പം ബിടെക് പഠിച്ചവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രി എടുത്തവർക്കാണെങ്കിലും. ഇനി ഡിഗ്രി വേണോ? നിങ്ങൾക്ക് വെറും സ്കിൽസ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റൻ. അതിനും പുറമെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, നല്ലൊരു കോളേജിൽ എനിക്ക് ഈസി കിട്ടുന്നുണ്ട്, പക്ഷേ ചെറിയൊരു കോളേജ് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ അതോ ഈസി എടുക്കണോ? അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റൻ ആണ്, കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ പല ഡൊമൈൻസ് ഉണ്ട്, ഇതിൽ ഏത് ഡൊമൈൻസിൽ ഞാൻ ഫോക്കസ് ചെയ്യണം? അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ആണ് കംപ്ലീറ്റ്ലി എങ്ങനെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം, നമ്മൾ കമ്മ്യൂണിറ്റി ഡെഫിനറ്റ്ലി ഒരു ഹൈ പെയ്ഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനുള്ള ഗൈഡൻസ് ആണ്. അപ്പോൾ എങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്താൻ നിങ്ങൾ ഏതൊക്കെ കോഴ്സ് എടുക്കണം, ഏത് പാത്തിലൂടെ പോയാലാണ് നല്ലത്. ആൻഡ് ഇത് ഒരിക്കലും ഒരു സ്ട്രേറ്റ് ലൈൻ പാത്തല്ല, പലർക്കും പല സിറ്റുവേഷൻസും പല സിനാരിയോ ആണ്. ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും IIT കിട്ടണം എന്നില്ല അല്ലേ? അപ്പം എങ്ങനെ നിങ്ങൾക്ക് നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്താ, നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഏതൊക്കെ ഓപ്ഷൻസ് നിങ്ങൾക്ക് പോസിബിൾ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഒരു റോഡ് മാപ്പ് പോലെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതേ മെത്തേഡാണ് ഇതിലും ഫോളോ ചെയ്യാൻ പോകുന്നത്. മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് കാണാം, അതിൽ എങ്ങനെ കോളേജ് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള 2 ഡിസ്ക്ലെയിമർ ഉണ്ട്. ഫസ്റ്റത്തെ ഡിസ്ക്ലെയിമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതൊരു കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ജെനുവിൻലി പാഷനേറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അല്ലാതെ ആ ഫീൽഡ് പഠിച്ചാൽ എനിക്ക് കുറേ സാലറിയുള്ള ജോലി കിട്ടും, അല്ലെങ്കിൽ ഈ ഫീൽഡ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന രാജ്യത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗോൾ വെക്കുന്നതിന് പകരം ജെനുവിൻലി അടുത്തൊരു 20, 30, 40 കൊല്ലം നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യേക്കാറ്, ചിലപ്പോൾ നിങ്ങൾ അതിലൊരു ബിസിനസ് ചെയ്യേക്കാറ്, എന്തും ചെയ്യേക്കാറ്, പക്ഷേ ആ ഫീൽഡ് നിങ്ങൾക്ക് ജെനുവിൻലി ഇഷ്ടമായിരിക്കണം, നിങ്ങൾ പാഷനേറ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ചൂസ് ആയി. നമ്മളെ ഫീൽഡ് ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും കെമിക്കൽ ആണെങ്കിലും എയറോസ്പേസ് ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഇഷ്ടപ്പെടുന്ന ഏതാണെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതിൽ നിങ്ങൾ ടോപ്പ് 10% ആണെങ്കിൽ നിങ്ങൾ കരിയറിൽ ലൈഫിൽ സക്സസ്ഫുൾ ആവും. അതിപ്പോൾ ഏത് ഫീൽഡ് ആണെങ്കിലും. ഓക്കെ, നമ്മളെ ഫീൽഡിൽ ഇതേ അവസ്ഥ തന്നെയാണ്. നിങ്ങൾ ടോപ്പിലായാലും മാത്രമേ നിങ്ങൾ സക്സസ്ഫുൾ. അല്ലാതെ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആരും ഒരു ജോലി തരാൻ പോകും. നിങ്ങളൊരു ബിടെക് പഠിച്ച് നിങ്ങളിപ്പോൾ ആ ബിടെക് പഠിച്ചിട്ട് അതിൽ എന്താ പറയുക 100% വാങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു ജോലി കിട്ടണമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. കിട്ടാത്തതിന് റീസൺസ് കുറേ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേ ഞാൻ പറഞ്ഞത്, വെറുതെ പഠിക്കുക അല്ലെങ്കിൽ വെറുതെ ഒരു ഡിഗ്രി ഉള്ളതുകൊണ്ട് ആരും ജോലി തരാൻ പോകുന്നില്ല. ജോലി കിട്ടണമെങ്കിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മളെ ഫീൽഡിൽ. അതെന്തൊക്കെയാണെന്ന് കൂടി ഞാൻ മുന്നത്തെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതും കൂടി ഞാൻ ഇതിൽ ചെറുതായിട്ട് പറയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും റോഡ് മാപ്പ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണമെങ്കിൽ അതിൽ എന്തൊക്കെ ഫണ്ടമെന്റൽ പില്ലേഴ്സ് ഉണ്ട്, അത് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുള്ളൂ. അതെന്താണെന്നുള്ള മുന്നത്തെ വീഡിയോ നോക്കി എനിക്ക് മനസ്സിലാവും. അപ്പോൾ രണ്ടാമത്തെ ഡിസ്ക്ലെയിമർ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബിടെക് പഠിച്ചവർക്ക് ജോലി ഇല്ല, അല്ലെങ്കിൽ ഇന്ന ഡിഗ്രി ചെയ്തവർക്ക് ജോബ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫീൽഡിൽ ഒരു സ്കോപ്പ് ഇല്ല, കമ്പ്യൂട്ടർ സയൻസ് ഔട്ട് ഓഫ് ഫീൽഡ് ആവുന്നുണ്ട്, AI വരുന്നതുകൊണ്ട് ഇനി ഒരു ഇത് പഠിച്ചിട്ട് കാര്യം കുറേ കേൾക്കുന്നുണ്ടാവും. എന്തുകൊണ്ട് ബിടെക് പഠിച്ചവർക്ക് ജോലി കിട്ടുന്നില്ല, എന്തുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഡിഗ്രി ഉണ്ട് പക്ഷേ ജോലി ഇല്ലാത്തത്, ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ എടുത്തിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മൊത്തം ഡിസിഷൻ ട്രീ ഇനി അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ട്, എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ജോലി കിട്ടുന്നില്ല, നിങ്ങളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് കാറ്റഗറിയിൽ എത്താൻ പറ്റുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ചിരുന്ന് കാണുക, എവിടെയും ഡൗട്ടും കാര്യം വരികയാണെങ്കിൽ ബാക്ക് അടിക്കുക കാണുക. വീഡിയോ ചിലപ്പോൾ ലെങ്തി ആണെന്നുണ്ടെങ്കിലും എനിക്കിത് കുറക്കാൻ ഒരു ഓപ്ഷനും ഇല്ല, കാരണം ഇത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തേ മതിയാവും. ഇത് ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് മനസ്സിലാവുള്ളൂ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓക്കെ ഇത് പഠിച്ചോ, ബിടെക് പഠിച്ചോ നിങ്ങൾക്ക് സെറ്റ് ആവുന്ന പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ വീഡിയോ സ്റ്റോപ്പ്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഓരോരുത്തർക്ക് പല സിനാരിയോ, എല്ലാവർക്കും ബിടെക് കിട്ടണമെന്നില്ല, എല്ലാവർക്കും IIT NIT കിട്ടണമെന്നില്ല, പലർക്കും പല ഫാമിലി സിറ്റുവേഷൻ, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, പല സിനാരിയോസ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പം എല്ലാവർക്കും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പല സിനാരിയോസാണ് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ റിയലി ഹെൽപ്സ് യു. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, എങ്ങനെ കോഴ്സ് സെലക്ട് ചെയ്യണം, അവർ ചെയ്യുന്ന മിസ്റ്റേക്സ്. കാരണം ഇതൊരു തെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം. കാരണം നിങ്ങളുടെ അടുത്തൊരു 10-20 കൊല്ലം നിങ്ങൾ ചൂസ് ചെയ്ത കോളേജിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ലൈഫ് മൊത്തം അങ്ങോട്ട് ഇനി പോകാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ഇനി ചെയ്യുന്നു, നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എന്താ, നിങ്ങളുടെ ഫ്യൂച്ചർ ബിസിനസ് എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ സ്വഭാവങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു ഡിസിഷൻ ഒരു വലിയ ഡിസിഷൻ തന്നെ, നിങ്ങളൊരു അഡൽട്ട്ഹുഡിലേക്ക് വരുമ്പോൾ എടുക്കുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡിസിഷനാണിത്. അപ്പം എനിക്കതിന് പറ്റാവുന്ന ബെസ്റ്റ് രീതിയിലുള്ള ഗൈഡൻസ് തരാനേ പറ്റുള്ളൂ. അറ്റ് ദ എൻഡ് ഡിസിഷൻ നിങ്ങളതാണ്. നിങ്ങൾ ആലോചിച്ച് ഇൻഫോർമേറ്റീവായിട്ട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാം. ആ റിസർച്ചിനും ആ ഡിസിഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങളുടെ ഡിസിഷൻ പ്രോസസ്സിനെ ഈസി ആക്കാനും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും ഒരു കോഴ്സ് ബെസ്റ്റാണ്, ഒരു ഫീൽഡാണ് നല്ലത്, ഒരു യൂണിവേഴ്സിറ്റിയാണ് നല്ലത് ഞാൻ ഒരു വീഡിയോയിലും പറയാറില്ല. ബട്ട് ഇവിടെ ഞാനൊരു എക്സെപ്ഷണൽ കേസസ് ചിലത് വെക്കുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് ടിയർ ലിസ്റ്റുകളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ടിയർ ലിസ്റ്റുകൾ, എന്തുകൊണ്ടാണ് എക്സെപ്ഷണൽ കേസ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഇരുന്ന് കാണുക. അപ്പം ഐ ഡെഫിനറ്റ്ലി ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ് യു ആൻഡ് എൻജോയ്. ശ്രദ്ധിച്ചിരുന്ന് കാണുക, ഡൗട്ട്സ് ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, എന്തുകൊണ്ട് പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടുന്നില്ല നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സിനാരിയോ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ സിനാരിയോയിൽ
നമുക്ക് ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം ബിടെക് പഠിക്കുന്ന 400, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന 400 ആൾക്കാർ, ബിടെക് IT ECE അല്ലെങ്കിൽ ECS ഒക്കെ പഠിക്കുന്ന ഒരു 200 ആൾക്കാർ, പിന്നെ BSc കമ്പ്യൂട്ടർ സയൻസും BCA പഠിക്കുന്ന ഒരു 300 ആൾക്കാർ, പിന്നെ BVOC പഠിക്കുന്ന ഒരു 100 ആൾക്കാരൊക്കെ. അപ്പം മൊത്തത്തിൽ ഒരു 1000 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ നമുക്ക് കുറച്ച് കമ്പനീസ് അവരുടെ ജോബ് പോസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ ഫാങ് കമ്പനീസ്, അതായത് 30 ലക്ഷത്തിന് മേലെ സാലറി എന്ന ഫാങ് പറയുമ്പോൾ നമ്മുടെ മെറ്റയും ആപ്പിളും ആമസോണും ഗൂഗിളൊക്കെ പോലത്തെ വലിയ ടോപ്പ് ടയർ കമ്പനീസ്, അങ്ങനെ അവർക്കൊരു 100 ഓപ്പണിങ്സ് ഉണ്ട് ഫ്രഷേഴ്സിന്. പിന്നെ ടോപ്പ് 100+ കമ്പനീസ്, അതായത് $10 ബില്യൺ മേലെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനി, അതായത് സാലറി ഒരു 20 തൊട്ടിട്ട് 30 ലക്ഷം വരെ സാലറി തരുന്ന കമ്പനീസ്. ഇതിലിപ്പോൾ നമ്മൾ Zoom ഒക്കെ പോലത്തെ, ഞാൻ വർക്ക് ചെയ്ത Zoom ഒക്കെ പോലത്തെ കമ്പനീസൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇങ്ങനത്തെ കമ്പനീസിൻ്റെ ഒരു 150 ഓപ്പണിങ്സ് ഉണ്ടാവും ഫ്രഷേഴ്സിന്. പിന്നെ ടോപ്പ് $1 ബില്യൺ കമ്പനീസ്, അതായത് ഇവിടെ നമ്മളെ ഫ്ലിപ്കാർട്ട് ആണെങ്കിലും Airbnb-യോ അല്ലെങ്കിൽ ഊബറും പിന്നെ സൊമാറ്റോ, ടിവോ, ഇങ്ങനത്തെ കമ്പനീസൊക്കെ എന്തായാലും 10 ലാഖിൻ്റെ മേലെ സാലറി തരുന്ന കമ്പനീസാണ്. അവിടെ ഒരു 200 ഓപ്പണിങ്. പിന്നെ സർവീസ് ബേസ്ഡ് കമ്പനീസ്, ഇവിടെ നമ്മളെ TCS, ഇൻഫോസിസ്, കോഗ്നിസൻറ്റ്, UST, അപ്പോൾ ഇങ്ങനത്തെ കമ്പനീസ് ഇവിടെ ഒരു 4 തൊട്ടിട്ട് 8 ലക്ഷം വരെ മാക്സിമം സാലറി കിട്ടുള്ളൂ. അവിടെ ഒരു 400 ഓപ്പണിങ്. ഏറ്റവും കൂടുതൽ ഓപ്പണിങ് എപ്പോഴും സർവീസ് ബേസ്ഡ് കമ്പനീസിലാണ് ഉണ്ടാവാറ്. അവർ സാലറിയും കുറച്ചേ തരുള്ളൂ. ഞാൻ പൊതുവേ ഇങ്ങനത്തെ കമ്പനീസ് വർക്ക് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. പിന്നെ അടുത്ത കാറ്റഗറിയാണ് അണ്ടർ ഫണ്ടഡ് അല്ലെങ്കിൽ ഏറ്റവും സ്മോൾ കമ്പനീസ്. ഇവിടെ 1 ലക്ഷം തൊട്ട് 4 ലക്ഷം വരെ, ഇതൊക്കെ ഒരു വർഷത്തെ ശമ്പളം കേട്ടോ. ഒരു വർഷം 1 ലക്ഷം തൊട്ട് 4 ലക്ഷം, അതായത് മാസം ചിലപ്പോൾ ഒരു 10,000 അല്ലെങ്കിൽ 15,000 20,000 രൂപയൊക്കെ ശമ്പളം മാക്സിമം കിട്ടുള്ളൂ. ചിലപ്പോൾ ശമ്പളം മര്യാദയ്ക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പം അങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞു കമ്പനീസാണ്. ഇവിടെ ഞാൻ വർക്ക് ചെയ്യാൻ ഒട്ടും ആരും റെക്കമെൻഡ് ചെയ്യാറില്ല. ഇവിടെ ഒരു 150 ഓപ്പണിങ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ജോബ് ഓപ്പണിങ്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ 1000 ജോബ് ഓപ്പണിങ്സ്, 1000 സ്റ്റുഡൻസ്. അപ്പോൾ ടെക്നിക്കലി നമ്മളെ ഐഡിയൽ വേൾഡിൽ നമ്മൾ എന്താ വിചാരിക്കുക, 1000 കുട്ടികളുണ്ട്, 1000 പഠിച്ചിറങ്ങിയ കുട്ടികളുണ്ട്, ഫ്രഷേഴ്സ് ഉണ്ട്, 1000 ഫ്രഷേഴ്സിനുള്ള ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടണ്ടേ? പക്ഷേ റിയാലിറ്റിയിൽ ആർക്കും അങ്ങനെ ജോലി കിട്ടുന്നില്ല അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ടാവും, ബിടെക് പഠിക്കുന്ന മിക്ക ആൾക്കാർക്കും, മുക്കാൽ ആൾക്കാർക്കും ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചിട്ട് കാര്യമില്ല, ആർക്കും ജോലി ഇല്ല. ജോലി ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, 1000 ജോലി ഇവിടെ ഉണ്ട്. ലൈക്ക് ഞാനും പറയാം, ഞാൻ നമ്മളെ മുന്നത്തെ വീഡിയോസിലും നമ്മളെ റീൽസിലൊക്കെ പറയാം, ഈവൻ എൻ്റെ കൊളീഗ്സ് എൻ്റെ കമ്പനീസിലാണെങ്കിലും, ഞാൻ മുന്നേ വർക്ക് ചെയ്ത കമ്പനീസാണ്, എൻ്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന കമ്പനീസ് ഒക്കെ പറയുന്നുണ്ട്, ജോബ് ഓപ്പണിംഗ് ഇഷ്ടം പോലെ ഉണ്ട്, ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളത്. ആൾക്കാർ ഇവിടെ ഉണ്ട് അല്ലേ, 1000 സ്റ്റുഡൻസ് ഉണ്ട്, 1000 ജോബ് ഉണ്ട്. അപ്പോൾ എന്താ ഇവിടെ പ്രശ്നം? അപ്പോൾ നമുക്ക് ആ പ്രശ്നം ഇവിടെ നോക്കാം. അപ്പോൾ ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്, 1000 ആൾക്കാർ, നമുക്ക് പറയാം ഇവർക്കൊക്കെ ഇന്റർവ്യൂ കോൾസും കിട്ടിയെന്ന് വിചാരിക്കും. ഓക്കെ, ഈ 1000 സ്റ്റുഡൻസ് ഭയങ്കര നോർമൽ. നമ്മൾ കേരളത്തിൽ ഒരു 10 to 12 കോളേജ് എടുത്തു കഴിഞ്ഞാൽ 1000 കുട്ടികളായി ഇതിനുള്ളത്. അപ്പം ഇത്രയും പിള്ളേരെ നമ്മൾ ഇന്റർവ്യൂവിന് എടുക്കുന്നു. ഓക്കെ, ഇന്റർവ്യൂവിന് വിളിക്കുന്നു. ഈ കമ്പനീസൊക്കെ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നു. ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. ഇപ്പം ഫാങ് കമ്പനീസ്, ഈ ഭാഗ കമ്പനീസിലൊക്കെ DSA അറിഞ്ഞിരിക്കണം. നിങ്ങൾ നല്ല പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടോ, വല്ല ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടോ, നിങ്ങളെ പ്രൊജക്റ്റിന് ഇമ്പാക്ട്സ് ഉണ്ടോ, അങ്ങനെ നല്ല നല്ല പ്രൊഫൈൽ ചെയ്ത ആൾക്കാരുണ്ടോ, അങ്ങനെ ഇവർ ഇന്റർവ്യൂ എടുക്കും, ഇവരോട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫണ്ടമെന്റൽസ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, DSA ചോദിക്കും. ഇതൊക്കെ ചോദിച്ചു കഴിയുമ്പോഴാണ് ഇവർ ഈ ഫാങ് കമ്പനിയിൽ 100 ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ 100 ആൾക്കാരൊന്നും അവരെടുക്കാനില്ല. അവർക്ക് എടുക്കാൻ പറ്റുന്നത് ഒരു 10 ആൾക്കാരേക്കാരും. ഇന്റർവ്യൂ കഴിഞ്ഞാൽ അവർക്ക് ആകെ 10 ആൾക്കാരെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 10 ആൾക്കാരെ ഇവിടെ ഫാങ് കമ്പനീസിലേക്ക് പോയി. അടുത്തത് ഇതുപോലെ സെയിം പാറ്റേൺ തന്നെ DSA ക്വസ്റ്റ്യൻസും കുറച്ച് സിസ്റ്റം ഡിസൈനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫണ്ടമെന്റൽസോ അല്ലെങ്കിൽ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ നോക്കി അടുത്ത കമ്പനീസ് ഇന്റർവ്യൂ എടുക്കുമ്പോൾ അവർക്കും കിട്ടൽ ഒരു 30 പിള്ളേരേക്കാരും. ഇവർക്ക് 150 ഓപ്പണിംഗ് ഉണ്ട്, പക്ഷേ ആകെ 30 പിള്ളേരെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 30 പിള്ളേരെയും കിട്ടി കഴിഞ്ഞാൽ അവരും പോയി. ഓക്കെ, അവർക്ക് ഇതിലേറെ ആൾക്കാരെ കിട്ടുന്നില്ല. ഈ ഒരു പൂളിൽ നിന്ന് തന്നെ അവരുടെ സ്കിൽസോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യപ്പെട്ട സാധനങ്ങളൊന്നും ഇല്ലാത്ത പിള്ളേരാണ്. അപ്പോൾ 30 ആൾക്കാരെ എടുത്ത് അവർ പോയി. ഇതേപോലെ അടുത്ത കമ്പനീസും നോക്കുമ്പോൾ അവർക്ക് ഒരു 60 ആൾക്കാരെ കിട്ടുന്നുള്ളൂ. ഓക്കെ, ഈ 60 ആൾക്കാരും ബാക്കിയുള്ള ആർക്കും സ്കിൽസും കാര്യങ്ങളും ഇല്ല, അതുകൊണ്ട് അവർ എടുക്കാതെ പോയി. ഓക്കെ, 140 റോൾസ് സംതിങ് ഇവർ empty ആയി. ഇതുപോലെ സർവീസ് ബേസ്ഡ് കമ്പനീസാണ് ഇന്റർവ്യൂ എടുക്കുക. സർവീസ് ബേസ്ഡ് ഇന്റർവ്യൂ ഒക്കെ ഏറ്റവും എളുപ്പം. ചിലപ്പോൾ DSA തന്നെ ചോദിക്കലുണ്ടാവില്ല, കുറേയൊക്കെ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എന്നിട്ട് 200 ആൾക്കാർക്ക് അവിടെ ജോലിയുള്ളൂ, ബാക്കി പകുതി അവിടെ സീറ്റ് കിട്ടില്ല. പിന്നെ ഈ 150 ജോബുള്ള ഇവർക്ക് പിന്നെ ആരെ കിട്ടിയാലും കുഴപ്പമില്ല, കാരണം ഇവർക്ക് എന്തായാലും ഫണ്ടില്ല. അപ്പോൾ ഇവർക്ക് സ്കില്ലുള്ള ആളെ കിട്ടണം എന്നൊരു നിർബന്ധമില്ല. ഇവർക്ക് കിട്ടുന്ന ആരെങ്കിലും എങ്ങനെയെങ്കിലും ഇവരെ പൊസിഷൻ ഫില്ല് ചെയ്യണം, കുറഞ്ഞ പൈസക്ക് ആളെ കിട്ടണം. ഇവർക്ക് അപ്പോൾ 150 ആൾക്കാർ ആവശ്യമുണ്ടായിരുന്നു. 150 ആൾക്കാർ അവർക്ക് കിട്ടുകയും ചെയ്ത് അവർ ഹാപ്പിയായി അവർ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഫില്ലായി. ഇപ്പോൾ എത്ര ആൾക്കാർക്ക് ജോലി കിട്ടി? നിങ്ങൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു 450 ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുള്ളൂ അല്ലേ? 450 ആൾക്കാർക്ക് ഇവിടെ ജോബ് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 550 ആൾക്കാർ, അതായത് 55% ആൾക്കാർക്കും ഇവിടെ ജോബ് കിട്ടിയിട്ടില്ല. അപ്പം ഇതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇവിടെ ജോബ് കിട്ടാത്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് എന്തുകൊണ്ടാണ് ആർക്കും ജോലി കിട്ടാത്തതെന്നും എന്തുകൊണ്ടാണ് ഇത്രയും പഠിച്ചിറങ്ങിയ ആൾക്കാരിൽ 55% സ്റ്റുഡൻസും
സ്കിൽഡ് അല്ല, അവർക്ക് ആവശ്യത്തിന് സ്കില്ലോ നല്ല പ്രൊഫൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് അവർക്ക് ജോലി കിട്ടുക. അപ്പോൾ നിങ്ങൾ ഈ റിയാലിറ്റി മനസ്സിലാക്കുക. അപ്പം ഒരിക്കലും ഒരു കോഴ്സ് പഠിക്കുന്നത് നിങ്ങൾക്കൊരു ജോലി കിട്ടാനുള്ള ഒരു എളുപ്പവഴിയല്ല. പക്ഷേ പഠിക്കുന്നത് നിങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനും ഇൻ്റർവ്യൂവിൽ എത്താനും ഈ കമ്പനീസിൽ എന്താ പറയുക അവരെ നമ്മളെ കൺസിഡർ ചെയ്യാനുള്ള ഒരു പാത്ത് വേ ആണ്. നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്, നിങ്ങൾ ഇപ്പോൾ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്, നിങ്ങൾ പ്രൊജക്ട്സ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ സെൽഫ്. ഇതാരും പറഞ്ഞു തരാൻ പോകുന്നില്ല, ഇതാരും പഠിപ്പിച്ചു തരാൻ പോകുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ ഈ 10, 30 ഈ ഒരു കാറ്റഗറിയിൽ പെടാൻ നോക്കുക, അതാണ് നല്ലത്. ഇനി ഈ എടുക്കുന്ന ആൾക്കാരൊക്കെ ഇതിലിപ്പോൾ ഞാൻ ഇത്രയും സ്റ്റുഡൻസ് പറഞ്ഞു, ഇപ്പോൾ ഈ പറഞ്ഞ കോളേജസിൽ തന്നെ ഇപ്പോൾ ലെറ്റ്സ് സേ ഇതിലിപ്പം ബിടെക് CSE പഠിച്ച കുറച്ചാൾ IIT എന്നുണ്ട് എഴുതിക്കോ. IIT ഒരു ബാച്ചിൽ 60 പിള്ളേരുണ്ട്. ആ 60 പിള്ളേരിലെ 10 പിള്ളേരെക്കാളും ചിലപ്പോൾ ഇതിൽ പോകാൻ ആ സ്റ്റുഡൻസേക്കാളും കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. അവർ IIT പഠിച്ചുകൊണ്ടല്ല, അവർ IIT പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയതുകൊണ്ട് അവർക്കറിയാം കോമ്പറ്റീറ്റീവായി നിൽക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് കുറേ എഫേർട്ട് ഇടണം. ആ എഫേർട്ട് ഇട്ട പിള്ളേരെക്കാൾ ഈ 10 എണ്ണം അത് IIT. അതുകൊണ്ടാണ് ടോപ്പ് ടിയറിൽ കോളേജിൽ പഠിക്കുന്നവരൊക്കെ പെട്ടെന്ന് നല്ല നല്ല കമ്പനീസിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്ത കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇതും വല്ല IIT അല്ലെങ്കിൽ NIT അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കോളേജസ് എന്നൊക്കെ വരുന്ന ആൾക്കാരെക്കാരും കോമ്പറ്റീറ്റീവ് നിൽക്കാൻ വേണ്ടി ചെയ്യുന്നവരെക്കാരും ഈ കാറ്റഗറിയിലൊക്കെ വരിക. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മിക്ക സാധാരണ കോളേജിൽ പഠിക്കുന്നവരൊക്കെ പിന്നെയും ഈ സർവീസ് ബേസ്ഡ് കമ്പനീസ് അല്ലെങ്കിൽ ഈ അണ്ടർ ഫണ്ടഡ് ആയിട്ടുള്ള കമ്പനീസിൽ പോകുന്നത്. പിന്നെ മെജോറിറ്റി ആൾക്കാർക്കും ജോലി കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്പർ വൈസ് എന്തുകൊണ്ടാണ് ജോബ് ഓപ്പണിങ്സ് ഉണ്ടായിട്ടും ആൾക്കാർക്ക് ജോലി കിട്ടാത്തത്, എന്തുകൊണ്ടാണ് പഠിച്ചിട്ടും ജോലി കിട്ടാന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് കോഴ്സസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോഴ്സസിലേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് റാങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ബെസ്റ്റ് കോഴ്സസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതുപോലെ ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് BCSE ആണ്. ഇത് രണ്ടുമാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള വേറെ കോഴ്സസ് ഇല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഇതിൽ നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾ എൻട്രൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കോളേജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ബിടെക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇതാണ് ബെസ്റ്റ്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. കാരണം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന മിക്ക ഹാക്കത്തോൺസ് കണ്ടത്, ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹാക്കത്തോൺ അവൈലബിൾ ആണ്, ഗൂഗിളിൻ്റെതാണ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെതോ അല്ലെങ്കിൽ ഇപ്പം അടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത് വാൾമാർട്ടിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ എലിജിബിലിറ്റി ബിടെക് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എല്ലാവരും മെസ്സേജ് അയക്കും ഞാൻ BSc ആണ്, BC ആണ്, BCക്കാർക്ക് ഹാക്കത്തോൺസ് ഇല്ല അല്ലെങ്കിൽ ഇത് പഠിക്കുന്നവർക്കില്ല. അപ്പം നിങ്ങൾക്കൊന്നും ഹാക്കത്തോൺസ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്, എലിജിബിലിറ്റി ഭയങ്കര റയറാണ്. ബിടെക്കാർക്കാണ് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളത്. അതുകൊണ്ട് ബിടെക് ആണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ റാങ്കിൽ വരുന്നതാണ് ബിടെക്കിൽ തന്നെ IT EC ECS. അതായത് ഡയറക്റ്റ്ലി കമ്പ്യൂട്ടർ സയൻസ് അല്ല, പക്ഷേ കമ്പ്യൂട്ടർ സയൻസിന് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫീൽഡുണ്ട്. IT ഉണ്ട്, ECE ഉണ്ട്, ECS ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിച്ചാണ്ട് നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഏരിയയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഹാക്കത്തോൺസും കാര്യങ്ങളൊക്കെ എല്ലാ ബിടെക് ബ്രാഞ്ചസിനും ഓപ്പൺ ആയിക്കാരും മിക്കവാറും. അപ്പോൾ അവർക്കൊക്കെ ഇത് എലിജിബിൾ ആയിക്കാരും. നിങ്ങൾക്കും അഗെയിൻ ഇവിടെ ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്, ചാൻസസ് കൂടുതലാണ്. എന്നാലും ഈ ഫസ്റ്റ് റാങ്കിലുള്ളവരെക്കാളും അത്ര അടിപൊളി അല്ലെങ്കിലും എന്നാലും ബെസ്റ്റാണ്. മറ്റുള്ള ഇനി വരാൻ പോകുന്ന സാധനത്തിനേക്കാളൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ബിടെക് IT EC ECS. ഓക്കെ, അപ്പം സെക്കൻഡ് ബെസ്റ്റ് കോഴ്സസ് ബിടെക് IT EC ECS. ഓക്കെ, ഇനി അടുത്ത സാധനം നോക്കാം. ഓക്കെ, മൂന്നാമത്തെ റാങ്ക് ഞാൻ കൊടുക്കുന്നത് 4 വർഷമുള്ള BSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സസ് ആണ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇവിടുന്ന് മാസ്റ്റേഴ്സ് ചെയ്യേണ്ടി വരും. മിക്കവാറും BSc BC ഒക്കെ പഠിച്ചവർ എന്തായാലും മാസ്റ്റേഴ്സ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും മാസ്റ്റേഴ്സ് ചെയ്യാനാണെങ്കിലും നിങ്ങളിപ്പോൾ അബ്രോഡിലേക്ക് പോകാനാണ് നിങ്ങൾക്ക് ചാൻസ് അഡ്മിഷൻ കിട്ടുക. ഞങ്ങളുടെ അബ്രോഡിലൊക്കെ ബാച്ചിലേഴ്സ് 4 വർഷമാണ്. അപ്പോൾ ഈ 4 വർഷത്തിൻ്റെ ഇക്വലൻസി കിട്ടും. അതുപോലെ തന്നെ ചില കമ്പനീസൊക്കെ ഹയർ ചെയ്യുമ്പോൾ 4 years ഓഫ് ബാച്ചിലേഴ്സ് പഠിച്ചവരെയൊക്കെ ഹയർ ചെയ്യും. അപ്പം ഈ 4 വർഷം നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻസ് തരും. ഈ ബിടെക്കാരൻ്റെ അത്ര ഓപ്ഷൻസ് ഇല്ലെങ്കിലും സ്റ്റിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് ഇവിടെ കിട്ടും. പിന്നെ ഡെഫിനറ്റ്ലി ഇവിടുന്ന് നിങ്ങൾക്ക് അപ്സ്കിൽ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് മാസ്റ്റേഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിലിപ്പം മെഷീൻ ലേണിങ്ങിലോ സൈബർ സെക്യൂരിറ്റിയിലൊക്കെ കൂടുതൽ പഠിക്കണം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ PhD ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇത് അവൈലബിൾ ആണ്. ആൻഡ് നിങ്ങൾ ഈ മാസ്റ്റർ ചെയ്താലും PhD ചെയ്താലും നിങ്ങൾ ഈ അപ്പർ കാറ്റഗറിയിൽ എത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാറ്റഗറിയിൽ ഇവരെ പോലെ തന്നെ നിങ്ങളും എലിജിബിൾ എന്നേക്കാരും. മേലെ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എഞ്ചിനീയറിംഗ് ഈ റോൾസിലേക്കൊക്കെ നിങ്ങൾക്ക് വീണ്ടും എത്താൻ പറ്റും. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടോ OpenAIയിലൊക്കെ ആൾക്കാരെ പോച്ച് ചെയ്ത് മെറ്റയിലേക്ക് പോയത്, അവരൊക്കെ റിസർച്ചേഴ്സ് ആണ്. അല്ലെങ്കിൽ മിക്ക കമ്പനീസിലും AML ഒക്കെ ഉള്ളത് റിസർച്ച് ഫീൽഡിലേക്കാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത സൂമിലാണെങ്കിലും അല്ലെങ്കിൽ ടിവോയിലാണെങ്കിലും ഞങ്ങളൊക്കെ R&D ടീമാണ്. എഞ്ചിനീയറിംഗ് ആണെങ്കിലും R&D എഞ്ചിനീയറിംഗ് എന്നാണ് പറയാറ് പൊതുവേ. നമുക്ക് കമ്പനീസിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ബോധേണ്ട. പക്ഷേ ഇതാണ് ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറി. നമ്മുടെ ജോബിൽ ഞാൻ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ടീം അല്ലെങ്കിൽ ബെസ്റ്റ് കാറ്റഗറി എന്നത് R&D അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഏരിയയിലേക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ബിടെക് പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് മാസ്റ്റേഴ്സ് എടുക്കണം നിർബന്ധമില്ല. മാസ്റ്റേഴ്സ് ഇല്ലാതെയാണെങ്കിൽ അവർക്ക് R&D അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഞാനൊക്കെ അങ്ങനെയാണ് എത്തിയത്. പക്ഷേ നിങ്ങൾക്ക് അതുപോലെ മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്ക് മാസ്റ്റേഴ്സ് ചെയ്യാം, PhD ചെയ്യുന്നവർക്ക് PhD ചെയ്യാം. ബിടെക്കാർക്ക് എല്ലാ ഓപ്ഷൻസ് എപ്പോഴും അവൈലബിൾ ആണ്. അവർക്ക് ലൈക്ക് എല്ലാത്തിലേക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ
പ്രൊഡക്ഷനിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, അതുപോലെ ഇപ്പോൾ ബിടെക് IT EC ഇവർക്കാണെന്നുണ്ടെങ്കിലും സെയിം സാധനം തന്നെ, അവർക്ക് വേണമെന്നുണ്ടെങ്കിലും മാസ്റ്റേഴ്സ് പഠിച്ചിട്ട് ഇങ്ങനെ ഇതിലേക്ക് എത്താം. ആൻഡ് അഗെയിൻ ഇതിൽ ചില എക്സെപ്ഷണൽ കേസസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഡയറക്റ്റ്ലി ഈ R&D ആൻഡ് എഞ്ചിനീയറിംഗിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഈ 4 ഇയർ BSc CSc പഠിച്ചവർക്ക് ഡെഫിനറ്റ്ലി അടുത്തത് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD ചെയ്യാം, എന്നിട്ട് ഈ R&D ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇവർക്ക് ഒരു ഡെവലപ്മെന്റ് ജോബിലേക്കും റോളിലേക്കും എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ അത് ഇവിടെ എഴുതുന്നില്ല, എല്ലാവർക്കും ഇവിടെ അറ്റ് ദ എൻഡ് ജോബ് കിട്ടും എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് എത്തും എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് കാറ്റഗറിയിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്സ് നിങ്ങൾ ഇപ്പോഴത്തെ റാങ്ക് 3 നിങ്ങൾ റാങ്ക് 2 റാങ്ക് 1ലേക്ക് എത്താന്നുള്ളതിൻ്റെ മെത്തേഡ്സ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റാങ്ക് 4 നോക്കാം. ഇപ്പോൾ റാങ്ക് 4ലാണ് നമ്മളുടെ നോർമലായിട്ട് കാണുന്ന 3 വർഷമുള്ള BSc CS അല്ലെങ്കിൽ BCA ഇവർ രണ്ടുപേരും റാങ്ക് 4ലാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് അപ്സ്കിൽ ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്യാം. ഈ മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ PhD ചെയ്യാൻ താല്പര്യമുള്ളവരാണ് PhD ചെയ്യാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ സെയിം ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് ചിലപ്പോൾ അപ്സ്കിൽ ചെയ്ത് മേലെ എത്തിയിട്ട് R&D എഞ്ചിനീയറിംഗിലേക്ക് എത്താം, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് റോൾസ് എഞ്ചിനീയറിംഗ് റോൾസിലേക്കൊക്കെ എത്താൻ പറ്റും. ഓക്കെ, ആൻഡ് BCA ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അഗെയിൻ മാസ്റ്റേഴ്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, മാസ്റ്റേഴ്സ് ചെയ്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാം. ബട്ട് അഗെയിൻ ഇവിടുന്ന് നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്താലേ നിങ്ങൾക്ക് ഇപ്പോൾ റാങ്ക് 4ലുള്ള നിങ്ങൾക്ക് റാങ്ക് 3ലേക്ക് എത്താൻ പറ്റുള്ളൂ. റാങ്ക് 3ന്ന് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ റാങ്ക് 2 അല്ലെങ്കിൽ റാങ്ക് 1ലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം ഡെഫിനറ്റ്ലി ഇതിനെ ഞാൻ അതുകൊണ്ടാണ് റാങ്ക് 4ൽ എത്തുന്നത്. ജസ്റ്റ് ഈ ഒരു BSc BCA ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കുറയും. ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിൾസ് ഓർമ്മയില്ലേ? ഇപ്പോൾ ആ എക്സാമ്പിൾസ് ഏറ്റവും ടോപ്പ് കമ്പനീസ് ഒക്കെ വരുന്ന സമയത്ത്, പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ഒക്കെ വരുന്ന സമയത്ത് അവർ മോസ്റ്റ്ലി ബിടെക്കാരെയാണ് നോക്കുക. ബിടെക് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻസ് വരുന്ന 4 വർഷം ബാച്ചിലേഴ്സ് പഠിച്ചു. കാരണം ഇവരെടുക്കുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് എസ്പെഷ്യലി അബ്രോഡിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യാനൊക്കെ. 3 വർഷമുള്ളവർക്കൊക്കെ അബ്രോഡിലേക്ക് പോകണം ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ചില കൺട്രീസിലൊന്നും 3 വർഷത്തിൻ്റെ കോഴ്സ് റെക്കഗ്നൈസ്ഡ് അല്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സ്റ്റിൽ നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് ഒരു ഡെവലപ്മെന്റ് റോളിൽ അല്ലെങ്കിൽ എഞ്ചിനീയർ റോളിൽ എത്താൻ പറ്റും. ഓക്കെ, അടുത്ത് നമുക്ക് റാങ്ക് 5ലേക്ക് നോക്കാം. ഓക്കെ, റാങ്ക് 5ലുള്ളത് BVO കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പഠിക്കുന്നവരാണ്. അപ്പോൾ ഇവർക്കും അഗെയിൻ ഇവർ റാങ്ക് 5ലാണ്. ഇവർ ജസ്റ്റ് ഇത് പഠിച്ചുകൊണ്ട് ഇവർക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ അണ്ടർ ഫണ്ടഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കുഞ്ഞ് ലൈക്ക് വല്ലാണ്ട് സാലറി ഒന്നും കൊടുക്കാൻ പറ്റാത്ത ചെറിയ ചെറിയ കമ്പനീസിൽ ജോലി കിട്ടിയാലായി അവർ കൂടുതലും നോക്കല് ഈ BCA BScക്കാരെ കിട്ടുമെന്നുള്ളതേ കാര്യം. അപ്പം ഈവൻ ആ കമ്പനീസിൽ നിന്ന് പോലും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സ്കോപ്പ് കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് BVOക്ക് അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം ഡയറക്റ്റ്ലി ലാറ്ററൽ എൻട്രി വഴി BTechലേക്ക് കയറാൻ പറ്റും. നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴി BTechലേക്ക് കയറാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ഈ റാങ്ക് 5 ഒറ്റയടിക്കാണ് റാങ്ക് 1ലേക്ക് എത്തുന്നതും നിങ്ങൾക്ക് ഈ എല്ലാ ഓപ്പർച്യൂണിറ്റീസും എനേബിൾ ആയി കിട്ടുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് BTech ചെയ്യാൻ പറ്റില്ല, ഞാൻ പറയണത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് ഇനി BTech ചെയ്യാൻ പറ്റാത്തവരാണ് അല്ലെങ്കിൽ അതിന് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ ഡെഫിനറ്റ്ലി നിങ്ങളൊരു മാസ്റ്റേഴ്സിന് പോകുന്നതാണ്. അപ്പോൾ ആ മാസ്റ്റേഴ്സ് ചെയ്യുക. മാസ്റ്റേഴ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് എന്താണ് അവിടുന്ന് അങ്ങോട്ട് നേരത്തെ പറഞ്ഞ പോലെ റാങ്ക് അപ്സ്കിൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. പക്ഷെ നിങ്ങൾക്ക് ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നേരെ ലാറ്ററൽ എൻട്രി വഴി BTechലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അടുത്ത റാങ്ക് 6 അല്ലെങ്കിൽ ഒരു ഡിഗ്രിയും പഠിക്കാതെ നേരെ കോഡിംഗ് ബൂട്ട് ക്യാമ്പ്സിൽ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ സ്റ്റക്ക് ആയിക്കാം. നിങ്ങൾക്ക് പിന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് ഗ്രോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഡിഗ്രിയോ കോഴ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ചില ആൾക്കാർ ഓൺലൈൻ ഡിഗ്രിയോ അല്ലെങ്കിൽ എന്താ പറയുക ഡിസ്റ്റൻസ് ഡിഗ്രി എടുക്കുന്നവരുണ്ട്. അങ്ങനെ ഡിസ്റ്റൻസ് ഡിഗ്രി എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. കാരണം ഒരു ഡിഗ്രി ഇല്ലാത്തതിനേക്കാളും ബെറ്ററാണ് എന്തെങ്കിലുമൊക്കെ ഉള്ളത്. ഇവൻ ദോ കമ്പനീസ് ഈ ഓൺലൈനും ഡിസ്റ്റൻസ് ഒക്കെ എത്രത്തോളം റെക്കഗ്നൈസ് ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അപ്സ്കിൽ ചെയ്യാൻ പറ്റുമോ, മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാം. ആ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്കോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലേക്കോ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ മിക്ക ഓൺലൈൻ ഡിഗ്രീസും ഡിസ്റ്റൻസ് ഡിഗ്രീസും അവർ റെക്കഗ്നൈസ്ഡ് ആവില്ല, അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആവില്ല. അവർ യൂണിവേഴ്സിറ്റി ചിലപ്പോൾ അഡ്മിഷൻ എടുക്കില്ല, ചിലപ്പം വിസ ഓഫീസിലെ ക്രൈറ്റീരിയയിൽ അത് എടുക്കില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ എന്തെങ്കിലും മാസ്റ്റേഴ്സ് ചെയ്തിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നു. പക്ഷേ ഇതൊക്കെ ഒരു ക്വസ്റ്റ്യനബിൾ ജേർണീസ് ആണ്. അതായത് ഇവിടെ പ്രോപ്പർ മെത്തേഡ്സ് ഉണ്ടാകുമ്പം ഈ ഒരു വളഞ്ഞ വഴികൾ അത്ര അങ്ങോട്ട് അക്സെപ്റ്റഡ് അല്ല ഇന്നത്തെ കാലത്ത്. എസ്പെഷ്യലി കമ്പനീസിന് ഈ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇവിടെ ഇത്രയും പൂൾ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാകുമ്പോൾ കമ്പനീസിന് വെറുതെ, അതായത് നല്ല സാലറി വരുന്ന നല്ല കമ്പനീസിന് വെറുതെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ എടുക്കാൻ പറയുന്നത് നിങ്ങൾ ഈ റാങ്ക് 1 to 5 ഏതെങ്കിലും എടുക്കുക. അതൊന്നും പറ്റില്ലെങ്കിൽ റാങ്ക് 6ലേക്ക് പോവുക. ഓക്കെ, ഇവിടുന്ന് പിന്നെ റാങ്ക് 5ലേക്കോ അല്ലെങ്കിൽ 4ലേക്കോ ചാടുന്നത് കുറച്ച് റിസ്കി അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയുള്ള ഓപ്ഷനാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഈ മാസ്റ്റേഴ്സ് ഒക്കെ കിട്ടി ചിലപ്പോൾ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡെവലപ്മെന്റ് ജോബിലേക്കൊക്കെ കയറാൻ പറ്റി കഴിഞ്ഞാൽ യു വിൽ ബി ബെറ്റർ. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ഓപ്ഷനെങ്കിലും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്, റാങ്ക് 7. ഈ റാങ്ക് 7 ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് 7 ഞാൻ സെൽഫ് ലേണിങ്ങിനെയാണ് വെക്കുന്നത്. സെൽഫ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗൈഡൻസ് ഒരു മെന്റർഷിപ്പ് ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് പഠിക്കുന്ന ആൾക്കാർ.
ഇതും കോഡിംഗ് ബൂട്ട് ക്യാമ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് കോഡിംഗ് ബൂട്ട് ക്യാമ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെന്റേഴ്സോ എന്തെങ്കിലും ഗൈഡൻസോ സിലബസോ എന്തെങ്കിലും ഉണ്ടാവും. ഒരു നോർത്തേൺ സ്റ്റാർ പോലത്തെ ഒരു സാധനം ഉണ്ടാവും നിങ്ങൾക്ക് എന്തെത്തണം എന്തിലേക്ക് പോകണം എന്നുള്ളത്. സെൽഫ് ലേൺ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് ആണോ, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്, നിങ്ങളെ കോഡ് ആരെങ്കിലും റിവ്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ടോ, ഇതൊക്കെ കുറവാണ്. അപ്പം ഇതൊരു അത്ര ബെസ്റ്റ് മെത്തേഡ് അല്ല അൺലെസ് യു ഹാവ് എ കമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ ഓക്കെ. പക്ഷേ സ്റ്റിൽ നോട്ട് ദാറ്റ് ഗുഡ്. ആൻഡ് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സെയിം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഒരു ഓൺലൈൻ ഡിസ്റ്റൻസ് ഡിഗ്രിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്സ്കിൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. പക്ഷേ എനിവേസ് നിങ്ങൾ ഈ ഒരു റാങ്ക് 6ൽ ഇന്ത്യയുടെ താഴെയാണ്, ഇവിടുന്ന് അങ്ങോട്ട് മേലോട്ട് പോകുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഈ ഒരു റാങ്ക് 1 to 5 ഏതെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കുക. ഏറ്റവും ബെസ്റ്റ് റാങ്ക് 1ലുള്ള ബിടെക് BE എടുക്കാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ ബിടെക് IT ECE ECS, അല്ലെങ്കിൽ 4 വർഷത്തിൻ്റെ BSc കോഴ്സ്, അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCA മാസ്റ്റേഴ്സ് ചെയ്യാം, PhD ചെയ്യാം, എന്നിട്ട് ജോബിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഈ വക ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻസ്. അപ്പോൾ അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ ഈ ഒരു ഏരിയയിലെത്തി, ഈ എഞ്ചിനീയറിംഗ് റോൾ അല്ലെങ്കിൽ R&D റോളിലേക്ക് എത്തുക. അപ്പോൾ അതിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും ഏതൊക്കെ കോഴ്സ് എടുത്താൽ എങ്ങനെയൊക്കെ എത്തണം എന്നുള്ളത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ട് വിചാരിക്കുന്നത് ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാം. ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ തന്നെ കുറേ സബ് ഡൊമൈൻസ് ഉണ്ട് അല്ലേ. കോർ CSE ഉണ്ട്. ഇപ്പോൾ ബിടെക്കിലാണെങ്കിലും ഇപ്പോൾ കുറേ കോളേജസിൽ ഒരു 100 ഓപ്ഷൻസ് ഉണ്ട്. കോർ CSE ഉണ്ട്, AML ഉണ്ട്, ഡാറ്റാ സയൻസ് ഉണ്ട്, ഡാറ്റാ സയൻസ് വിത്ത് മെഷീൻ ലേണിംഗ് ഉണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, ക്ലൗഡ് സെക്യൂരിറ്റി ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്, ഫുൾ സ്റ്റാക്ക് IoT AR VR, ഇങ്ങനെ കുറേ 100 ഓപ്ഷൻസ് ഉണ്ട്. ഇത് എല്ലാ കോളേജിലും പല രീതിയിലും പല കോഴ്സസ് ആയിട്ടും വരാം. ചിലപ്പോൾ ബിടെക് ഇൻ AML ആയിട്ടേക്കാരും, ചിലപ്പോൾ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ AML ആയിക്കാരും, അങ്ങനെ പല പേരിലും വരാം. ഓക്കെ, അറ്റ് ദ എൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ഇതാണ് കമ്പനീസ് കെയർ ചെയ്യുള്ളൂ, ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. അതിനർത്ഥം മറ്റുള്ളത് മോശമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതാണ് ഏറ്റവും, ഇതിന് അണ്ടറിലാണ് ഈ സാധനങ്ങളൊക്കെ. നിങ്ങളിപ്പം AML എടുത്ത് പഠിച്ച് ബിടെക് AML എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോർ കമ്പ്യൂട്ടർ സയൻസ് ഒറ്റക്കാണെങ്കിൽ ഇരുന്ന് പഠിക്കണം. ഡാറ്റാ സയൻസ് പഠിച്ചാലും നിങ്ങൾ കോർ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം. നിങ്ങൾ സൈബർ സെക്യൂരിറ്റി എടുത്ത് പഠിച്ചു കഴിഞ്ഞാലും കോർ കമ്പ്യൂട്ടർ. അപ്പോൾ ഇതൊക്കെ പഠിക്കണം. അപ്പോൾ ഡെഫിനറ്റ്ലി കോർ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ എന്തായാലും പഠിച്ചേ മതി. ഓക്കെ, അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഇവിടുന്ന് ഒഴിവാക്കാനോ മാറ്റാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇവൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, ഇവൻ എന്തായാലും എല്ലാവരും പഠിച്ചേ മതിയാവും. ഓക്കെ, അപ്പോൾ ഞാൻ അത് ഇവിടെ ഇങ്ങനെ അത്രയും ഇമ്പോർട്ടൻസിൽ ഇവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഡൊമൈൻസ് ഇത് എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, ഒരു പ്രശ്നം. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ എടുക്കാം. ഇതിലിപ്പം AML ഇപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ട് ഇതാണ് സ്കോപ്പ് എന്ന് വിചാരിച്ച് എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് ആണ് സ്കോപ്പ് എന്ന് വിചാരിച്ച് എടുക്കുക. അങ്ങനെ എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടം, ഇതിൽ ഏതിനോടാണ് നിങ്ങൾ പാഷനേറ്റ്, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത്, അതിലേക്ക് പോവുക. അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഞാൻ പഠിക്കുന്നത് AML സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അത് എടുത്തേനെ. പക്ഷേ ഒരു ബിടെക്കിലോ അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ പഠിച്ച് തീരാവുന്ന ഒരു സാധനമല്ല AML. ഇതൊക്കെ ഫുൾ മര്യാദയ്ക്ക് പഠിക്കണം. മിനിമം നിങ്ങളൊരു PhD ലെവലെങ്കിലും പോകേണ്ടി വരും, എന്നാലും ഇത് ഫുള്ള് പഠിക്കില്ല. കാരണം ഇത് അത്രയും വലിയൊരു ഡീപ്പ് ഇൻഡെപ്ത് ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾ ശരിക്കും ഒരു കമ്പനി, ഇപ്പോൾ ഫാങ് പോലത്തെ കമ്പനീസിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആവണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് വേണം എന്നുള്ള കാര്യം. മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് വേണം, അല്ലെങ്കിൽ PhD ഇൻ സർട്ടൻ റിസർച്ച് ഏരിയ വേണം എന്നുള്ളത്. ഇപ്പോൾ ഞാനൊക്കെ സൂമിൽ വർക്ക് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാത്രമായിരുന്നു ബിടെക് ഉള്ളത്, ബാക്കിയുള്ള 2 പേര് മാസ്റ്റേഴ്സ് ചെയ്തവരും ബാക്കിയുള്ള എല്ലാവരും PhD ആയിരുന്നു. അതും NLPയിലും LLMയിലൊക്കെ PhD ചെയ്ത ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അപ്പം സെയിം പോയിന്റ്, നിങ്ങൾക്ക് ശരിക്കും ഇതിലൊരു എക്സ്പേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്തേ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ബിടെക്കിന് AML എടുക്കാം, എന്നിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകാം, അല്ലെങ്കിൽ PhD ചെയ്യാൻ പോകാം. സെയിം തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ഡൊമൈൻസിനും എനിക്ക് പറയാനുള്ളത്. സൈബർ സെക്യൂരിറ്റിയിലാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് പോവുക, അത് പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിൽ പ്രൊജക്ട്സും കാര്യങ്ങളും ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാം, PhD. അപ്പം ഇതാണ് നിങ്ങളുടെ ഓപ്ഷൻസ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിടെക് ആയിട്ടോ നിങ്ങളുടെ ഒരു കോഴ്സായിട്ട് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളിത് പഠിച്ചതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് ആ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, നിങ്ങൾ ഇതിൽ പ്രൊജക്ട്സ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രൊജക്ട്സ് ചെയ്യുക, നിങ്ങൾ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങളെ ഒരു വാലിഡ് ആയിട്ട് ആൾക്കാർ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്. മിക്ക ആൾക്കാർ ഈ ഏരിയ ഇതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഡെഫിനറ്റ്ലി പ്രൊജക്ട്സ് ചെയ്യണം, നിങ്ങൾ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻസ് എന്തായാലും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ഹാക്കത്തോൺസോ ഇവൻറ്റ്സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിലൊക്കെ പങ്കെടുക്കുക. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഒരു സ്റ്റുഡൻറ്റ് എറാസ്മസ് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അവൻ ഇനിയിപ്പോൾ യൂറോപ്പിലേക്ക് വരുന്നേക്കാരും, അതും ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെയാണ് അവൻ്റെ പ്രൊഫൈൽ നല്ല ബിൽഡ് ചെയ്തിട്ടാണ് വന്നത്. ഇപ്പോൾ യൂറോപ്പിലെ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ GSOC കിട്ടി ഗൂഗിളിൻ്റെ കമ്പനീസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന പിള്ളേരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ പോയിരുന്നാണ്ട് ഞാൻ ക്ലൗഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ക്ലൗഡിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് പറഞ്ഞാൽ ഒരാൾ നിങ്ങൾക്ക് ഒരു വാല്യൂം തരാൻ പോകുന്നില്ല. നിങ്ങൾ പകരം ക്ലൗഡിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു CI/CD പൈപ്പ് ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കോസ്റ്റ് സേവിങ്സിനെ കുറിച്ച് അറിയാം, നിങ്ങൾക്ക് എങ്ങനെ EC2 ഇൻസ്റ്റൻസും AWSലെ S3 ബക്കറ്റ്സ് ഒക്കെ ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ എങ്ങനെ ഡിപ്ലോയ് ചെയ്യാമെന്ന് അറിയാം. ഇതൊക്കെ അറിയുന്നവർക്കാണ്
ഈ ഫീൽഡ് പഠിച്ചിട്ട് നിങ്ങൾക്ക് ബെറ്റർ ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ AML ആണെങ്കിൽ നിങ്ങൾ ഇതിൽ നല്ലൊരു മെഷീൻ ലേണിംഗ് പ്രോജക്റ്റ് ചെയ്യണം, നിങ്ങൾ സ്വന്തമായിട്ട് മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് മോഡൽസിനെ കുറിച്ച് ബേസിക് ഫണ്ടമെന്റൽസ് മനസ്സിലായിരിക്കണം. ഇപ്പം AML കുറേ കോഴ്സസ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ വന്നാൽ നിങ്ങളൊരു AI എഞ്ചിനീയർ ആയി മാറുന്നൊക്കെ പറഞ്ഞ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ചോക്കെ എന്തുകൊണ്ടാണ് ഗ്രേഡിയന്റ് ഡീസന്റ് ആൽഗോരിതം വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ട് അതിൻ്റെ എറർ റേറ്റ് കാൽക്കുലേഷൻസും അല്ലെങ്കിൽ SVM മോഡൽസിൻ്റെ ഉള്ളത്തെ എറർ കാൽക്കുലേഷൻ ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, എന്താണ് ഇത് രണ്ട് തമ്മിലുള്ള മോഡൽസ് തമ്മിലുള്ള ഫണ്ടമെന്റൽ ഡിഫറൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ അടിച്ചു. അപ്പം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇൻഡെപ്ത്, എന്തുകൊണ്ട് ഓരോ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണെങ്കിലും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണെങ്കിലും അതിനുള്ളത്തെ പുതിയ മോഡൽസ് ആണെങ്കിലും ട്രാൻസ്ഫോമേഴ്സ് ആണെങ്കിലും ഒക്കെ എങ്ങനെ വർക്ക് ആവുന്നു, എന്തുകൊണ്ട് അതിനുള്ളിൽ XYZ മാത്തമാറ്റിക്കൽ സാധനങ്ങൾ യൂസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം, ഇത് മനസ്സിലാക്കണം. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ പ്രൊജക്ട്സ് ചെയ്യണം, നിങ്ങൾ സ്വന്തമായിട്ട് മോഡൽസ് ബിൽഡ് ചെയ്യണം, അത് നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ഇതിലൊക്കെ പഠിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇതിൽ നോളേജ് ഉള്ളൂ എന്നുള്ളത് ഒരു കമ്പനി തന്നെ വിശ്വസിക്കുള്ളൂ. അല്ലാതെ ഒരു സർട്ടിഫിക്കറ്റോ ഒരു കോഴ്സ് പഠിച്ചതുകൊണ്ടോ ഒരു ഡിഗ്രി എടുത്തുകൊണ്ടോ കാര്യമില്ല. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് ജോലി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ജോബ് കിട്ടുന്ന ടോപ്പ് 10 ടോപ്പ് 20% നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ ഇത് വേണം. ഓക്കെ, സോ ഐ ഹോപ്പ് നൗ യു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്, അതിനുള്ളത്തെ ഡൊമൈൻസ് സ്പെഷ്യലൈസേഷൻസ് എങ്ങനെ ചൂസ് ചെയ്യണം, നിങ്ങളുടെ പാഷൻ എത്രത്തോളം അലൈൻഡ് ആയിരിക്കണം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രത്തോളം അലൈൻഡ് ആയിരിക്കണം, പിന്നെ റിയാലിറ്റി മനസ്സിലാക്കുക. ഒരു ഡിഗ്രി പഠിച്ചുകൊണ്ട് ജോലി കിട്ടില്ല, പകരം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജോബ് കിട്ടത്തുള്ളൂ എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ആൻഡ് ദിസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു അലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കും. എനിക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് കോളേജിൻ്റെ ടിയർ ലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനും കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കുറച്ച് കാറ്റഗറീസ് ഒക്കെ. ഓക്കെ, അപ്പോൾ 4 tier ആയിട്ട് നമുക്ക് കാറ്റഗറീസ് ചെയ്യാം. ഫസ്റ്റത്തെ tier 1 ഇവർക്കാണ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ, ഏറ്റവും ഹയസ്റ്റ് സാലറി കിട്ടാൻ ചാൻസ്. അപ്പോൾ ഇതിൽ വരുന്ന കോളേജസ് ആരൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറവ് കോളേജസ് ഉള്ളൂ. ഒന്ന് IITs ആണ്, IITs വരും, ചില ട്രിപ്പിൾ ITs ഉള്ളൂ. അതുപോലെ ഏറ്റവും വേറൊരു സാധനമാണ് IISc. ഇത്ര കോളേജസ് ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഏതോ 1-2 NITs ചിലപ്പോൾ ഈ കാറ്റഗറിയിൽ ഉണ്ടാവാൻ മതി, ബട്ട് നോട്ട് ഷുവർ. അപ്പോൾ ഇവരെ ഉള്ളൂ ഈ ഒരു കാറ്റഗറിയിൽ, ഇവർക്കാണ് കൂടുതൽ ജോബ്. എന്തുകൊണ്ട് ഇവർക്ക് കൂടുതൽ ജോബ് കിട്ടുന്നു അതും കൂടി ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ. അപ്പോൾ എല്ലാവരും വിചാരിക്കും IIT എന്തോ മാജിക്കലി അവരെന്തോ പഠിപ്പിച്ചു തരാൻ പോകുന്നുണ്ട് എന്തോ. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ കോളേജസ് നിങ്ങൾക്ക് ഒന്നും പഠിപ്പിച്ചു തരാൻ പാടില്ല. നിങ്ങൾ അവിടെ പോയതുകൊണ്ട് ഒരു കോളേജ് എന്നാണ്ട് നിങ്ങൾക്ക് എന്തോ കാര്യം പഠിപ്പിച്ചെന്നാണ് മാജിക്കലി നിങ്ങൾക്ക് ഒരു ജോലി തരാൻ പോകുന്നില്ല, അത് നടക്കില്ല. ആരും ഒരു കോളേജിൽ നിങ്ങൾക്ക് ഫുൾ സ്റ്റാക്ക് എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മേൺ സ്റ്റാക്ക് എന്താണോ അല്ലെങ്കിൽ ജാങ്കോ ബേസ്ഡ് പ്രൊജക്റ്റോ ഇതൊന്നും ആരും പഠിപ്പിച്ചു തരില്ല. അവർ ഒരു 1-2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിപ്പിച്ചു തരേക്കാരും കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫണ്ടമെന്റൽ തിയറീസ് പഠിപ്പിച്ചു തരും. ഓക്കെ, അതും കൂടി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. കോളേജിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ലാംഗ്വേജസ് പഠിപ്പിച്ചു തരും, തിയറി ക്ലാസ്സസ് ഉണ്ടാവും. ഇപ്പോൾ DSNൻ്റെ ആണെങ്കിൽ ഇതിനൊക്കെ ആണെങ്കിൽ തിയറി ഉണ്ടാവും. അതുപോലെ CS ഫണ്ടമെന്റൽസ് ഉണ്ടാവും. അപ്പോൾ ഫണ്ടമെന്റൽസിൻ്റെ തിയറീസ്. പിന്നെ ചില കോളേജ് ചിലപ്പോൾ ചില അപ്സ്കില്ലിങ്ങോ ചില എന്താ പറയുക സോഫ്റ്റ് സ്കിൽസും കാര്യങ്ങളും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന കോളേജസും ഉണ്ട്. ചിലപ്പോൾ അതൊക്കെ ഇവർ പഠിപ്പിച്ചു തരും. ഓക്കെ, പക്ഷേ ഇതൊന്നും പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് പഠിക്കേണ്ടതെന്നല്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജസ് അറിയുന്നതൊക്കെ. പക്ഷേ ഇവരാരും നിങ്ങൾക്കൊരു മേൺ സ്റ്റാക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജാങ്കോ ഫ്രെയിം വർക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ AI മോഡൽസിനെ കുറിച്ചൊന്നും പഠിപ്പിച്ചു തരാൻ പോകുന്നില്ല. ഓക്കെ, കോളേജസിൽ മോസ്റ്റ്ലി നിങ്ങൾക്ക് കിട്ടാൻ പോകും നിങ്ങൾ കോളേജ് ലൈഫിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കും. എങ്ങനെ കോമ്പറ്റീറ്റ് ആവാം, എങ്ങനെ നിങ്ങൾ കോമ്പറ്റീഷനുകളും കൂടുതൽ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, എങ്ങനെ ഒരു 60 പിള്ളേരുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് എങ്ങനെ ബെസ്റ്റായി നിൽക്കാൻ പറ്റും. കൂടുതൽ പഠിച്ച് മാർക്ക് വാങ്ങുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. മാർക്കിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മൾ സ്കില്ല് സൈഡിൽ കൂടെ ബിൽഡ് ചെയ്തിട്ട് കോമ്പറ്റീഷൻസ് ഉണ്ടാവും, ഹാക്കത്തോൺസ് ഉണ്ടാവും, കോമ്പറ്റീറ്റീവ് കോഡിംഗ് ഇവൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ പങ്കെടുത്ത് എങ്ങനെ നമ്മൾ DSA ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഹാക്കത്തോൺസിലൊക്കെ പങ്കെടുത്ത് എങ്ങനെ നമ്മൾ എക്സ്പോഷർ കൂട്ടിയിട്ട് എങ്ങനെ നമുക്കൊരു കമ്പനിയായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. ഈ നെറ്റ്വർക്കിങ് അതുപോലെ പ്രൊഫസേഴ്സിനെ യൂസ് ചെയ്ത് എങ്ങനെ നമ്മളെ പ്രൊജക്റ്റിൽ ഡൗട്ട് വരികയാണ് അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത കൺസെപ്റ്റ് ഉണ്ട് ഇവരെ യൂസ് ചെയ്ത് എങ്ങനെ പഠിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് ഗ്രൂപ്പായിട്ട് പ്രൊജക്റ്റ് ചെയ്യാം, ഒറ്റയ്ക്ക് പ്രൊജക്റ്റ് ചെയ്യാം, എങ്ങനെ ഇപ്പം GSOC പോലത്തെ ചില ഇവൻറ്റ്സോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ജെമിനായി AI ഇവൻറ്റ് ഉണ്ടായിരുന്നു. ആ AI ഇവൻറ്റിൽ നമുക്കൊരു ഗ്രൂപ്പ് വേണമെന്ന്. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫ്രണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം, പ്രോജക്ട്സിനുള്ള ഹെൽപ്പ് നമുക്ക് കോളേജിൽ നിന്ന് എടുക്കാം, റിസോഴ്സസ് ഉണ്ടാവും, ലാബ് ആണെങ്കിലും ബുക്ക് ആണെങ്കിലും ലൈബ്രറീസ് ആണെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ചില കോളേജ് പ്ലേസ്മെൻറ്റ് സപ്പോർട്ടും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും ഉണ്ടാവും. ഈ പ്ലേസ്മെൻറ്റ് സപ്പോർട്ടും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉള്ള കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻ്റർവ്യൂ കിട്ടാൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കിട്ടുക ഇൻ ദ സെൻസ് ഇൻ്റർവ്യൂ കോൾ വരാനുള്ള ചാൻസസും കൂടും. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കോളേജസ് ഉണ്ട്. ഇതിപ്പോൾ IITയിലാണെങ്കിലും നിങ്ങളാ നാട്ടിലെ ഏതെങ്കിലും മൂലക്കലുള്ള കോളേജിലാണെങ്കിലും ഇതൊക്കെയാണ് മാക്സിമം ഒരു കോളേജിന് ചെയ്തു തരാൻ പറ്റുക. അല്ലാതെ ഇവരാരും മാജിക്കലി ഒരു പ്രത്യേക സാധനങ്ങളൊന്നും പഠിപ്പിച്ചു തരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ. നമ്മൾ Tier 2 ലിസ്റ്റിൽ വരുന്ന കോളേജസ് മോസ്റ്റ്ലി NITs ആണ്. പിന്നെ IIITs ഉണ്ട്, ചില IIITs ഉണ്ട്. അതുപോലെ ബിറ്റ്സ് പിലാനി എന്ന് കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ബിറ്റ്സ് പിലാനി ഒരു പ്രൈവറ്റ് കോളേജ് ആണെങ്കിലും വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഈ Tier 2 ലിസ്റ്റിലുള്ളത്. ഓക്കെ, Tier 3 ലിസ്റ്റിലാണ് ചില പ്രൈവറ്റ് കോളേജസ് ഉണ്ട്, ലൈക്ക് ഇപ്പം LPU ഉണ്ട്, ഈ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉള്ള കോളേജസ്, VIT, SRM, പിന്നെ നമ്മളെ നാട്ടിലെ മിക്ക GEC കോളേജസ്, കുസാറ്റ് അല്ലെങ്കിൽ TKM. ഓക്കെ,
TKM, CET. അപ്പോൾ ഇവരൊക്കെ മിക്ക നല്ല കോളേജസ് ഇവിടെ പഠിച്ചുകൊണ്ട് ഒരു മോശം Tier 3 ഉള്ള മിക്ക കോളേജസും നല്ല കോളേജസ് ഒക്കെ തന്നെയാണ്. ഇവിടെ പഠിച്ച് നമ്മൾ ഇതുപോലെ പറഞ്ഞ ഈ സ്കിൽസും കാര്യങ്ങളും ഇതൊക്കെ ഇവിടെ ചിലപ്പം ചില കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത്. ചിലപ്പം പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ടായിന്ന് വരില്ല, ചിലപ്പോൾ നല്ല പ്രൊഫസേഴ്സ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ ചിലപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് പോരായ്മകൾ ഉണ്ടാവുള്ളൂ. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് ബെറ്റർ കോളേജസ് ഒക്കെ ലൈക്ക് Tier 3 ആണെന്നുണ്ടെങ്കിൽ മോശമായിരിക്കണം. ഇവിടെ പഠിക്കുന്നവർക്കും ഗൂഗിളിലും ഫേസ്ബുക്കിലും മെറ്റയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മളെ പോഡ്കാസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ വലിയ വലിയ കമ്പനീസ് വർക്ക് ചെയ്യുന്ന മിക്ക ആൾക്കാരും വരുന്നത് സാധാ കോളേജസിലാണ്. എൻ്റെ ഇതിൽ IIT NIT പഠിച്ചതിനേക്കാളും കൂടുതൽ പിള്ളേർ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഇപ്പോൾ മെറ്റയിൽ ആമസോണിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഈ Tier 3 കോളേജസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് Tier 3 കോളേജസ്. Tier 4 കോളേജസ് പറയുന്നത് നമുക്ക് മിക്കവർക്കും അറിയാത്ത ഏതെങ്കിലും ചെറിയ പ്രൈവറ്റ് കോളേജസോ ചില സ്മോൾ ഗവൺമെന്റ് കോളേജസ് ഉണ്ടാവും, ഫുൾ അപ്രൂവലോ കാര്യങ്ങളോ ഇല്ലാത്ത, അല്ലെങ്കിൽ ചില ആരും കേൾക്കാത്ത കുറെ കോളേജസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കോളേജസ് ഉണ്ടാവും. ഇവിടെയും കൂടുതൽ ഇപ്പം ടീച്ചിങ് ക്വാളിറ്റി കുറേക്കാരും ഇതൊക്കെ പഠിപ്പിച്ചിരുന്നതിന് ക്വാളിറ്റി കുറയും, ഇതൊക്കെ കുറയും. അപ്പം ഇതൊക്കെയാണ് Tier 4 ഓക്കെ. ഇനി ഇത് എങ്ങനെയാണ് നമ്മളെ കോഴ്സ് സെലക്ഷന് എഫക്റ്റീവ് ആവാന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കോഴ്സ് സെലക്ഷൻ ഏരിയയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ Tier 1 കോളേജിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇപ്പം BTech പഠിച്ചു കഴിഞ്ഞാലും BTech കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും BTech ECE പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് മറ്റുള്ള കോളേജിലുള്ള ആൾക്കാർ BTech പഠിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിക്കാരും അല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു IIT BTech ECE പഠിക്കുന്ന ഒരാളും ഒരു Tier 3 കോളേജിൽ BTech CSE പഠിക്കുന്ന ആളാണെങ്കിൽ ഈ IIT പഠിക്കുന്ന ആൾക്കാരും കൂടുതൽ വാല്യൂ ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം ഈ IIT പഠിക്കുന്ന 4 വർഷത്തിൻ്റെ BSc കോഴ്സോ അല്ലെങ്കിൽ ഒരു BSc കോഴ്സ് ചെയ്യുന്ന ഒരാളും ഒരു Tier 3 കോളേജിൽ നിന്ന് BTech CSE ചെയ്യുന്ന ആൾ വെച്ച് നോക്കുമ്പോൾ ഈ IIT ചെയ്യുന്ന ആൾക്കാരും കൂടുതൽ വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ Tier 1 കോളേജിൽ പഠിക്കുന്നവർക്ക് ഈ റാങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ചാൻസ് കൂടുതലുള്ള Tier 1? കാരണം ആ കോളേജ് നന്നായതുകൊണ്ട് മാത്രമല്ല, ദ അനദർ റീസൺ ഈസ് ഈ കോളേജിലേക്ക് കിട്ടാൻ ഭയങ്കര പാടാണ് അല്ലേ. ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഈ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിട്ട് ഈ കോളേജിൽ കിട്ടുക. അപ്പം ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ അത്രയും സ്കിൽഡ് ആണ്, അത്രയും എക്സെപ്ഷണലി വെൽ ആയിട്ടുള്ള പിള്ളേരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ പൂളിലുള്ള പിള്ളേരെ അടിപൊളിയാണ്, സ്റ്റുഡൻസ് അടിപൊളിയാണ്. അപ്പോൾ അവരെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനീസ് കഷ്ടപ്പെടുന്നത്. അപ്പം അതൊരു എക്സെപ്ഷണൽ ടാലൻറ്റ് പൂൾ ആയതുകൊണ്ടാണ് ഈ കോളേജസിലുള്ള പിള്ളേർക്ക് ഇത്രയും ഡിമാൻഡ് ഉള്ളത്. അതിൻ്റെ നെക്സ്റ്റ് എക്സെപ്ഷണൽ പൂളാണ് Tier 2, പിന്നെ Tier 3, Tier 4. അതുകൊണ്ടാണ് ഈ Tier 1 ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് വരുന്നത്. പിന്നെ ഉള്ളത് Tier 2 പിന്നെ Tier 3, പിന്നെ Tier 4 വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം റാങ്ക് 2 അല്ലെങ്കിൽ റാങ്ക് 3 ഇവിടെ പറഞ്ഞ ഈ കോഴ്സ് Tier 1 പഠിക്കുന്നതാണ് റാങ്ക് 1 കോഴ്സ് Tier 2 അല്ലെങ്കിൽ Tier 3 പഠിക്കുന്നതിനേക്കാളും ബെറ്റർ. ഓക്കെ, അപ്പം ഇതാണ് ലോജിക്ക്. ഈ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം മാക്സിമം ഇപ്പം Tier 4 ഒരു BTech കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതിനേക്കാളും ബെറ്റർ Tier 3 അല്ലെങ്കിൽ Tier 2 ഒരു BSc പഠിക്കുന്നതാണ് അല്ലെങ്കിൽ BCA പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ലോജിക്ക് മനസ്സിലായിട്ട് വിചാരിക്കണം. അപ്പോൾ എങ്ങനെ കോഴ്സ് സെലക്ട് ചെയ്യണം, എങ്ങനെ കോളേജിനെ ബേസ് ചെയ്ത് കോഴ്സ് സെലക്ഷൻ മാറ്റണം, അപ്പോൾ ഇവിടുത്തെ റാങ്കിങ് എങ്ങനെ മാറും, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണമെങ്കിൽ ഇവിടെ ഞാൻ എഴുതാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ടിയർ ബേസ് ചെയ്തിട്ട് നമുക്ക് കോഴ്സ് സെലക്ട് ചെയ്യാന്ന് കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ Tier 1 നിങ്ങൾക്ക് ഈ റാങ്ക് 1, 2, 3, 4, 5 പറഞ്ഞ കോഴ്സസ് പഠിക്കാം. ഈ റാങ്ക് 1, 2, 3, 4, 5 പറഞ്ഞ കോഴ്സസ് ആട്ടെ ഈ പറഞ്ഞ കോഴ്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിന് സ്ക്രീൻഷോട്ട് എടുത്തേക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം ഈ പിക്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് അയച്ചുതരാം. അപ്പം ഈ റാങ്ക് 1 ഏത് കോഴ്സ് ഉണ്ട്, 2, 3, 4 കോഴ്സസ് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം Tier 1 കോളേജിൽ കിട്ടിയ ഈ റാങ്ക് 1, 2, 3, 4, 5 ഏതെങ്കിലും ഒന്ന് ഇരുന്ന് പഠിക്കുക, നോ പ്രോബ്ലം. Tier 2 ആണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ റാങ്ക് 1, 2, 3, 4 ഏതെങ്കിലും കോഴ്സസ് പഠിക്കാം. Tier 3 ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ റാങ്ക് 1, 2, 3. ഇനി Tier 4 നിങ്ങൾ എന്തായാലും BTech മാത്രം എടുക്കുക, വേറെ കോഴ്സസിന് പോകണ്ട. വലിയ ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് ഉണ്ടാവില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറെ പറയാനുള്ളത്, നിങ്ങൾ ഈ കമ്പ്യൂട്ടർ സയൻസ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണ്, ഇപ്പോൾ മെക്കാനിക്കലോ അല്ലെങ്കിൽ സിവിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ എങ്ങനെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോ കാണാം. അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ നോൺ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ നോൺ IT ഫീൽഡിൽ നിന്ന് എങ്ങനെ ടെക് ഫീൽഡിലേക്ക് വരാമെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടും. ആൻഡ് ഈ വീഡിയോ അതായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കോഴ്സ് സെലക്ട് ചെയ്യാം, എങ്ങനെ കോളേജ് സെലക്ട് ചെയ്യാം ഉള്ളത് ഒരു ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും ഇമേജസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ എന്തുകൊണ്ട് ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല, സ്റ്റുഡൻസും ഉണ്ട്, ജോബ് ഓപ്പണിങ്സും ഉണ്ടായിട്ട് എന്തുകൊണ്ട് ജോബ് കിട്ടുന്നില്ല എക്സ്പ്ലെയിൻ ചെയ്തു. ഏതൊക്കെ ടൈപ്പ് ഓഫ് കോഴ്സസ് ഉണ്ട്, ഇതിന് എന്തൊക്കെയാണ് റാങ്കിങ്, ഇതിന് എങ്ങനെ നിങ്ങൾക്ക് അപ്സ്കിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങളെ ലെവൽ കൂട്ടാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള R&D അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ജോബിലേക്ക് എത്താൻ പറ്റും, എങ്ങനെ കോളേജിൻ്റെ ടിയർ ബേസ് ചെയ്തിട്ട് കോഴ്സ് സെലക്ട്
സെലക്ട് ചെയ്യാം, ആ കോഴ്സസിൻ്റെ വാല്യൂ എങ്ങനെയാണ് കോളേജിനനുസരിച്ച് മാറുന്നത്, എന്തുകൊണ്ടാണ് ഈ കോളേജസിന് വാല്യൂ കൂടുതലുള്ളതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അഡ്മിഷൻ കിട്ടാൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആവും തോറും ആ കോളേജിൻ്റെ വാല്യൂ കൂടും. അതാണ് ഇതിൻ്റെ ലോജിക്. കാരണം അഡ്മിഷൻ കിട്ടാൻ ഡിഫിക്കൽട്ടാണ്, ആ അഡ്മിഷൻ നിങ്ങൾ ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ് ആണ്, നിങ്ങളൊരു എക്സെപ്ഷൻ സ്റ്റുഡൻ്റ് ആണെന്നാണ് നിങ്ങൾ വിളിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് റാങ്ക് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിൻ്റെ റാങ്കിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ മനസ്സിലാവാത്ത ഏരിയ ഉണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് ഒന്നുകൂടി കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ മുന്നത്തെ റോഡ് മാപ്പ് വീഡിയോയിൽ ഞാൻ കോളേജസിനെ കുറിച്ചും എങ്ങനെ പല ഫീൽഡിൽ നിന്നും നമ്മുടെ ഫീൽഡിലേക്ക് വരാമെന്നുള്ളതിൻ്റെ റോഡ് മാപ്പും ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.